ഒന്നാം പൂവ് പോയിട്ട് രണ്ടാമത്തെ പൂവിനായിട്ട് ബോഗൻവില്ല തയ്യാറായിട്ട് നിൽക്കുകയാണോ? എങ്കിൽ ഈ രണ്ട് കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മളുടെ ബോഗൻവില്ലയിൽ ആദ്യം ഉണ്ടായതിനേക്കാൾ നന്നായി തിങ്ങി നിറഞ്ഞ് പൂക്കൾ ഉണ്ടാവും. ബൊഗൻവില്ലയിൽ പൂക്കൾ ഉണ്ടാവുന്നത് കട്ട് ചെയ്താലല്ല, കറക്റ്റ് സമയത്ത് കറക്റ്റായ സ്ഥലത്ത് കട്ട് ചെയ്യുമ്പോഴാണ് അതിൽ പൂക്കൾ ഉണ്ടാവുന്നത്. നമ്മളിൽ പലർക്കും ഉണ്ടാവുന്ന സംശയമാണല്ലേ, ഒന്നാമത്തെ പൂവ് കഴിഞ്ഞാൽ രണ്ടാമത് പൂവ് ഉണ്ടാകുമോ എന്നുള്ളത്. തീർച്ചയായിട്ടും ഉണ്ടാവും. ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി. അല്ലാതെ തന്നെ പൂക്കൾ ഉണ്ടാവും കേട്ടോ. പക്ഷേ നമുക്ക് വേണ്ടത് തിങ്ങി നിറഞ്ഞ പൂക്കളല്ലേ. അപ്പൊ അതെങ്ങനെയാന്നുള്ളത് നോക്കാം. ഇതിപ്പോ എൻ്റെ ബാൽക്കണിയിൽ നിൽക്കുന്ന ബൊഗേൻവില്ലാസ് ആണ് കേട്ടോ. ഇതാ നോക്കിയേ, അത്യാവശ്യം നല്ല പോലെ എനിക്ക് പൂക്കൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ദാ അത്യാവശ്യം നല്ല പോലെ വെയിലൊക്കെ കിട്ടി നല്ല കളർഫുള്ളായിട്ടാണ് എൻ്റെ ബൊഗേൻവില്ലാസ് എല്ലാം തന്നെ നിൽക്കുന്നത്. പക്ഷേ ആദ്യത്തെ പൂക്കള് കുറേയൊക്കെ കൊഴിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. രണ്ടാമത്തെ പൂക്കള് ഉണ്ടാവാനായിട്ടുള്ള സ്റ്റേജാണ്. അപ്പോൾ ദാ ഞാൻ ഹാങ്ങിങ് ആയിട്ടും വളർത്തിയിട്ടുണ്ട് കേട്ടോ. ഹാങ്ങിങ് ആയിട്ടും നമുക്ക് ബൊഗേൻവില്ലാസ് വളർത്താൻ പറ്റുന്നതാണ്. നമ്മളുടെ സാധാ കട്ടിങ്സ് എടുത്ത് ഞാൻ വെച്ച് നോക്കിയതാണ്. അപ്പോൾ ദാ ഈ ഒരു പ്ലാന്റ് ഒക്കെ നോക്കി, ഫസ്റ്റത്തെ സ്റ്റേജ് കഴിഞ്ഞു, രണ്ടാമത്തെ പൂക്കള് ഇട്ട് തുടങ്ങുകയാണ്. സത്യം പറഞ്ഞാൽ ഞാൻ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട് ഇതിന് വളങ്ങൾ ചേർത്ത് കൊടുക്കാനായിട്ട്. ഈ ഒരു ബൊഗേൻവില്ല കണ്ടോ, ഇത് ഞാൻ യെല്ലോ കളറിലാണ് കേട്ടോ വാങ്ങിച്ചിരിക്കുന്നത്. പക്ഷേ ഒരു ലീഫ് കംപ്ലീറ്റ് ദാ ഈ ഒരു പിങ്ക് ആണ് വന്നിരിക്കുന്നത്. നല്ല ബുഷി ആയിട്ടുള്ള നല്ല തിക്കായിട്ടുള്ള മഹാറ വെറൈറ്റിയിലുള്ള പൂക്കളാണ്. ദാ ആ ഒരു കൊമ്പിൽ കണ്ടോ, യെല്ലോയും പിങ്കും കൂടി ഒന്നിച്ച് വന്നിരിക്കുന്നത്. ഈ ഒരു കൊമ്പിൽ മാത്രമാണ് പിങ്ക് ആയിട്ട് നിൽക്കുന്നത്. ബാക്കിയെല്ലാം ദാ ഈ ഒരു ഓറഞ്ച് ഷെയ്ഡാണ് കേട്ടോ വന്നിരിക്കുന്നത്. മഹാറ വെറൈറ്റി എൻ്റെ അടുത്ത് ഒരു 4-5 കളേഴ്സ് ഉണ്ട് കേട്ടോ. ഈ ബാൽക്കണിയിൽ ഇരിക്കുന്നത് കൂടാണ്ട് ഏറ്റവും മുകളിലും ഞാൻ ബൊഗേൻവില്ലാസ് വെച്ചിട്ടുണ്ട്. അത് ഈ അടുത്ത് പ്രൂൺ ചെയ്ത് വളങ്ങളൊക്കെ ചേർത്ത് കൊടുത്താണ് കേട്ടോ. അപ്പൊ നമുക്ക് ഇവിടെയാണ് ഇന്നിപ്പോ ചെയ്യാനുള്ളത്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് വളം കൊടുക്കുന്നതിനെ കുറിച്ചാണല്ലേ. ഈ സമയത്ത് തെറ്റായിട്ടുള്ള വളമാണ് നമ്മൾ കൊടുക്കുന്നുണ്ടെങ്കിൽ ഇല മാത്രമായിരിക്കും കേട്ടോ വളർന്നു വരിക. നമ്മുടെ പൂക്കള് കാര്യമായിട്ട് ഉണ്ടാവില്ല. അപ്പൊ ഞാൻ ദാ ഈ ഒരു പ്ലാന്റ് താഴത്തേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട്. കണ്ടോ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു കൊമ്പ് കംപ്ലീറ്റ് പിങ്ക് ആട്ടോ വന്നിരിക്കുന്നത്. ഫസ്റ്റത്തെ പൂവിന്റെ സ്റ്റേജ് കഴിഞ്ഞു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ദാ ആ പൂവ് കണ്ടോ, അത് കുറെയൊക്കെ ഉണങ്ങി വരുന്നുണ്ട്. ആ ഒരു സ്റ്റേജിലാണ് നമ്മൾ നമ്മുടെ പൂക്കളൊന്ന് കട്ട് ചെയ്ത് കൊടുക്കേണ്ടത്. എല്ലാം കൂടി ഉണങ്ങാനായിട്ട് കാത്തു നിൽക്കരുത് കേട്ടോ. അത്യാവശ്യം ഉണങ്ങി വരുമ്പോഴത്തേനും നമുക്കതങ്ങോട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. മഹാറ വെറൈറ്റി പൊതുവെ ഇതേപോലെ ഉണങ്ങിയാണ് വരാറ്. ഉണങ്ങി കൊഴിഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനനുസരിച്ച് തന്നെ അടുത്ത പൂക്കളും വരുന്നുണ്ടാവും. പക്ഷെ നമ്മൾ കട്ട് ചെയ്ത് കൊടുത്ത് കറക്റ്റ് വളമൊക്കെയാണ് ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ ഉണ്ടാവുന്നതിൻ്റെ അളവ് കൂടുതലായിരിക്കും. അപ്പോൾ നമ്മളിപ്പോൾ അതാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഉണങ്ങിയ കൊമ്പുകളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഈ ഒരു ടൈമിൽ നമ്മൾ ഹാർഡ് പ്രൂണിങ് ചെയ്യരുത്, സോഫ്റ്റ് പ്രൂണിങ് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. സോഫ്റ്റ് പ്രൂണിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പൂ നിൽക്കുന്ന ഭാഗം മാത്രം കട്ട് ചെയ്യുന്നതിനെയാണ്. നമ്മൾക്ക് പൊതുവെ പൂക്കളൊക്കെ ഉണ്ടായി നിൽക്കുമ്പോൾ കട്ട് ചെയ്യാൻ ഭയങ്കര മടിയാണല്ലേ. പക്ഷെ മടി വിചാരിച്ചിട്ട് കാര്യമില്ല കേട്ടോ. കാരണം നമുക്ക് ഇതിലും കൂടുതൽ പൂക്കൾ വേണമെങ്കിൽ ഇത് കട്ട് ചെയ്തേ പറ്റൂ. ഉണങ്ങിയ പൂക്കൾ വരുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കുറച്ച് പഴകിയ പൂക്കളാണെങ്കിൽ നമുക്ക് അതൊക്കെ അങ്ങോട്ട് കട്ട് ചെയ്ത് കളയാം. ദാ ഈ ഒരു ഓറഞ്ച് നോക്കിയേ, അതിന്റെ സൈഡിലൊക്കെ അത്യാവശ്യം ഉണങ്ങി വരുന്നുണ്ട്. അതിനർത്ഥം ആ പൂവും കുറച്ച് പഴകിയതാണെന്നാണ്. അപ്പൊ നമുക്ക് അതിന്റെയും കൊമ്പുകൾ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. പ്രത്യേകം ശ്രദ്ധിക്കുക, പൂക്കൾ മാത്രമാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. കാരണം അടുത്ത പൂക്കളും വരുന്നത് ആ ഭാഗത്തു നിന്നും തന്നെ ആയിരിക്കും കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ ആ പൂക്കളുടെ ഭാഗം മാത്രം കട്ട് ചെയ്യുന്നത്. ഈ ഒരു ടൈമിൽ കൊമ്പാണ് നമ്മൾ കട്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഒരുപാട് ടൈം പിടിക്കും കേട്ടോ ഫ്ലവർ വരാനായിട്ട്. നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്ത് ആവശ്യത്തിന് വളങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഒരു 10-15 ദിവസമൊക്കെ കഴിയുമ്പോഴത്തേനും പുതിയ പൂക്കൾ ആയി വരുന്നത് നമുക്ക് കാണാൻ പറ്റും കേട്ടോ. ഞാനിപ്പോൾ ഈ സ്റ്റാൻഡിൽ നിൽക്കുന്ന എല്ലാ ചെടികളും ഇതേപോലെ കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. കട്ട് ചെയ്യുന്ന സമയത്തിനുമുണ്ട് പ്രാധാന്യം. മാക്സിമം നമ്മൾ രാവിലെയോ വൈകിട്ടോ കട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഉച്ച സമയമാണെങ്കിൽ വെയിൽ കൂടുതലുള്ളത് കൊണ്ട് ചെടികൾക്ക് സ്ട്രെസ് കൂടുതലായിരിക്കും. കട്ട് ചെയ്യുമ്പോഴും നമ്മളൊന്ന് ചരിച്ച് വെച്ചിട്ട് കട്ട് ചെയ്യുക കേട്ടോ. അങ്ങനെ ചരിച്ച് കട്ട് ചെയ്യുകയാണെങ്കിൽ ഫംഗസ് വരാനുള്ള ചാൻസസ് വളരെ കുറവാണ്. പൂക്കൾ കട്ട് ചെയ്യുന്നതിനോടൊപ്പം തന്നെ അധികം വളർച്ചയില്ലാണ്ട് നിൽക്കുന്ന
ചില ബൊഗൈൻ വില്ലാസെങ്കിലും നമ്മൾക്ക് ഉണ്ടാവില്ലേ, അതിൻ്റെയും ടിപ്പ് ഒന്ന് കട്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും കേട്ടോ. അതേപോലെ ഷേപ്പ് ഇല്ലാണ്ട് നിൽക്കുന്ന കൊമ്പുകൾ, അതൊക്കെ ഈ ഒരു ടൈമിൽ നമുക്ക് വേണമെങ്കിൽ കട്ട് ചെയ്ത് കളയാം. അപ്പോൾ സ്ലോലി ആണെങ്കിലും അതും നല്ലപോലെ വളർന്നു വന്നോളും. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെ പൂക്കളില്ലാത്ത കൊമ്പുകളുടെ ടിപ്പ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ. അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ അവിടെ നിന്ന് അടുത്തത് വരുന്നത് പൂക്കളായിട്ടായിരിക്കും കേട്ടോ. അപ്പോൾ ഒട്ടും പൂക്കളില്ലാണ്ട് നിൽക്കുന്നവരാണെങ്കിൽ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്യാവുന്നതാണ്. അതായത് വരുന്ന കിളിന്തലകളുണ്ടല്ലോ, അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ തിക്കായിട്ട് നമുക്ക് ഫ്ലവർ ഉണ്ടാവും കേട്ടോ. അത് ഒരു വട്ടമല്ല, ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ ഈ കട്ട് ചെയ്യുന്നത് അത്യാവശ്യം കൊഴിയാനായി നിൽക്കുന്ന പൂക്കളാണ്. ഏകദേശം 70-80% എത്തിയ പൂക്കളാണ് ഞാൻ കട്ട് ചെയ്ത് കൊടുക്കുന്നത്. കാരണം ഇതിനി അവിടെ നിർത്തിയിട്ടും കാര്യമില്ല, നമുക്ക് പുതിയ പൂക്കൾ വരണ്ടേ. പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്, നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ടിപ്പ് മാത്രം കട്ട് ചെയ്യുക. വലിയ രീതിയിലുള്ള കൊമ്പ് കട്ട് ചെയ്യരുത് കേട്ടോ. കാരണം അവിടെ നിന്നാണ് നമുക്ക് അടുത്ത സ്റ്റേജിലേക്കുള്ള പൂക്കൾ ഉണ്ടാവുന്നത്. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ എപ്പോഴും അത് ശ്രദ്ധിക്കുക. കട്ട് ചെയ്ത ഭാഗത്ത് നമ്മൾ പ്രത്യേകം പുരട്ടി കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. മഴക്കാലമൊക്കെ ആണെങ്കിലാണ് നമ്മൾക്ക് ഫംഗസിന്റെ പ്രശ്നങ്ങളൊക്കെ വരിക. ഇതേപോലെ ബാൽക്കണിയിൽ ഇരിക്കുന്ന ചെടികൾക്ക് വലിയ പ്രശ്നങ്ങളൊന്നും സാധാരണ രീതിയിൽ വരാറില്ല. അപ്പോൾ ഏകദേശം എൻ്റെ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കുന്നത് വളമാണ്. വളരെ മിതമായി മാത്രമാണ് വളം ചേർത്ത് കൊടുക്കുന്നത്. അപ്പൊ ഞാൻ ഇത്രത്തോളം കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ, പൂക്കളും ഇലകളൊക്കെ ആയിട്ട്. കണ്ടോ? പക്ഷെ ഇത് വേസ്റ്റിൽ കൊണ്ടുപോയി കളയാനുള്ളതല്ല കേട്ടോ, ഇത് എൻ്റെ അടുത്ത വളമാണ്. ചെടികൾക്ക് ഞാനിതിങ്ങനെ അടച്ചു വെച്ചിട്ട് കുറച്ച് നാൾ കഴിയുമ്പോൾ, നന്നായിട്ട് ഉണങ്ങി കഴിയുമ്പോൾ അത് വളമായിട്ട് ചേർത്ത് കൊടുക്കാറുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് വളം ചേർത്ത് കൊടുക്കാം. ലൈറ്റായിട്ട് പ്രൂണിംഗ് ഒക്കെ കഴിഞ്ഞ് നിൽക്കുന്ന ചെടികൾക്ക് നമ്മൾ ഇല വളരാനുള്ള വളമല്ല കൊടുക്കേണ്ടത്, പൊട്ടാഷ് കൂടുതലുള്ള വളമാണ് കൊടുക്കേണ്ടത്. അതാണ് പൂക്കളെ കൂടുതൽ ഉണ്ടാക്കുന്നത്. എൻ്റെ കയ്യിൽ ഈ ഇരിക്കുന്നത് പൊട്ടാഷ് കൂടുതലുള്ള വളമാണ്. അപ്പോൾ നമ്മൾ സ്റ്റോറിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ പൊട്ടാഷ് കൂടുതൽ അടങ്ങിയ വളമാണ് ബൊഗൈൻ വില്ലാസിന് ചേർത്ത് കൊടുക്കേണ്ടത്. ലൈറ്റ് പ്രൂണിംഗ് ആയതുകൊണ്ട് അധികം വളമൊന്നും ഞാൻ ചേർക്കുന്നില്ല. ഈ ഒരു ബക്കറ്റിൽ ഏകദേശം 1.5 ടീസ്പൂൺ വരുന്ന രീതിയിലുള്ള വളമാണ് ചേർത്ത് കൊടുക്കുന്നത്. വാങ്ങിച്ചിട്ട് കുറച്ച് നാളായത് കൊണ്ടാണ് കേട്ടോ അതങ്ങനെ കട്ട പിടിച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് ഡയറക്റ്റ് ചെടിയിൽ ചേർത്ത് കൊടുക്കുകയും ചെയ്യാം. പക്ഷേ ചേർത്ത് കൊടുക്കുമ്പോൾ തണ്ടിലൊന്നും ആവാതെ സൈഡിൽ മാത്രം ചേർത്ത് കൊടുക്കുക. അതല്ലാതെ വെള്ളത്തിൽ മിക്സ് ചെയ്ത് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ഇത് ചെടികളിലേക്ക് എത്തിക്കോളും. റിസൾട്ടും പെട്ടെന്നായിരിക്കും. ഇതൊരു കുഞ്ഞു കപ്പാണേ, കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഇതിലൊരു കപ്പ് വെള്ളമാണ് ഞാൻ ചെടികൾക്ക് കൊടുക്കാറ്. അത്ര തന്നെ ധാരാളമാണ്. ഈ പൊട്ടാഷ് അടങ്ങിയ വളം കൊണ്ട് എന്താണ് ബൊഗൈൻ വില്ലാസിന് ഗുണം? അതായത് ഇനി ഉണ്ടാവുന്ന പൂക്കളുടെ എണ്ണം കൂടുതലായിരിക്കും. അതുപോലെ തന്നെ നല്ല കളർഫുൾ ആയിട്ടുള്ള ഫ്ലവർ ആയിരിക്കും നമുക്ക് കിട്ടുക. അതുപോലെ എളുപ്പത്തിൽ പൂക്കളും ഉണ്ടാവും. അപ്പോൾ അതിനൊക്കെ വേണ്ടിയാണ് നമ്മൾ പൊട്ടാഷ് അടങ്ങിയ വളം ചേർത്ത് കൊടുക്കുന്നത്. ഒരേ വളം തന്നെ നമ്മൾ ബൊഗൈൻ വില്ലാസിന് കൊടുക്കരുത് കേട്ടോ. ഇതേപോലെ മാറി മാറി വേണം കൊടുക്കാനായിട്ട്. ഞാൻ ഓരോ തവണയും മാറി മാറിയാണ് വളം കൊടുക്കുന്നത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കണ്ടത് എങ്ങനെയാണ് ഒന്നാമത്തെ പൂക്കൾ കഴിഞ്ഞ ബൊഗൈൻ വില്ലാസിന് പ്രൂണിംഗ് ചെയ്യേണ്ടത്, അതുപോലെ വളം കൊടുക്കേണ്ടത് എപ്പോഴാണ് കൊടുക്കേണ്ടത് എന്നൊക്കെയാണ്. ബൊഗൈൻ വില്ലാസിൽ പൂക്കൾ കുറയുന്നത് വളം കൊടുക്കാനിട്ടല്ല, തെറ്റായ രീതിയിലുള്ള വളം കൊടുക്കൽ കൊണ്ടാണ്. അപ്പോൾ ഇതേപോലെ ചെയ്തു നോക്കിയാൽ തീർച്ചയായിട്ടും 2 ആഴ്ചയ്ക്ക് ശേഷം പൂക്കൾ ഉണ്ടാവുന്നതായിട്ട് കാണാം. ഈ
വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഉപകാരപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. മറ്റൊരു പുതിയ ഗാർഡൻ വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ്.